നമസ്കാരം. മലനാട് ടി വി ഇന്ത്യയുടെ പരിസ്ഥിതി ദിന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ പരിപാടിയിൽ ഏറ്റവും ഒരു ആപ്റ്റായിട്ടൊരു കുട്ടിയെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, പരിസ്ഥിതിയുമായിട്ടൊക്കെ ഏറ്റവും ആപ്റ്റ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പ്രവേശനോത്സവത്തിൽ ഈ കുട്ടി കുതിരപ്പുറത്താണ് സ്കൂളിൽ ചെന്നത്. അങ്ങനെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ദേവക്കിനെയാണ് ഇന്ന് പരിസ്ഥിതി ദിന പ്രത്യേക പരിപാടിയിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ദേവക്കിൻ്റെ ആ ഒരു വീട്ടിലെയും അതുപോലെ തന്നെ സ്കൂളിലെയും ഒക്കെ കാഴ്ചകളിലേക്ക് പോവാം. അപ്പം നമുക്ക് ദേവക്കിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഫാമിലിയോട് തന്നെ ചോദിക്കാം. ദേവക്കിന് എന്നു മുതലാണ് ഈ കുതിരപ്പുറത്ത് കയറാനുള്ള ഈ ഒരു ഇൻട്രസ്റ്റ് വന്നതൊക്കെ? അതായത് മാതാപിതാക്കളുടെ ഒരു ഇഷ്ടമായിരുന്നു, അതോ തനിയെ ചൂസ് ചെയ്തതായിരുന്നു കുതിരപ്പുറത്ത് കയറണം എന്നൊക്കെ? കുതിരപ്പുറത്ത് കയറിയത് ദേവക്കിൻ്റെ സ്വന്തം ആഗ്രഹപ്രകാരം തന്നെയായിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാറുള്ള പറക്കാട് നേച്ചർ റിസോർട്ടിൽ നിന്നാണ്. കാരണം നമ്മൾ ഒരു കൊറോണയും ലോക്ക്ഡൗണോടനുബന്ധിച്ച് ഒരു 8 മാസത്തോളം നമ്മൾ മൂന്നാർ റിസോർട്ടിലായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ കർണൻ എന്ന പേരുള്ള ഒരു കുതിര അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഗസ്റ്റിന് വേണ്ടിയിട്ടും അവർക്ക് റൈഡ് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ദേവക്ക് ഒരു കുതിരേനെ കാണുന്നതും അവിടെ വെച്ചിട്ടാണ്, അടുത്ത് കാണുന്നത്. അപ്പോൾ അവിടെ വെച്ച് ആൾക്ക് ഒരു ഇഷ്ടമായിരുന്നു. പിന്നെ അവിടെ ഒരു ലോക്കൽ ട്രെയിനർ ഉണ്ടായിരുന്നു. ആളുടെ സഹായത്തോടെ കുതിരപ്പുറത്ത് കയറുകയും കുറച്ച് റൈഡും അങ്ങനെ ചെറിയ രീതിയിലുള്ള ഒരു ട്രെയിനിങ് അവിടെ നിന്നാണ് കിട്ടിയത്. പിന്നെ നമ്മൾ ഒരു 8 മാസം അവിടെ തന്നെയാണ് താമസിച്ചത്. അതിനുശേഷം ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ സ്കൂളെല്ലാം ഓപ്പണായി. അപ്പോൾ നമുക്ക് അവിടെ ഒരു സ്കൂളിലൊരു സാറുണ്ട്. ആ സാറ് നമുക്ക് വീട്ടിൽ വന്ന് ട്രെയിനിങ് തന്ന് ആണ് ദേവക്ക് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് റൈഡിങ് സ്റ്റാർട്ട് ചെയ്തത്. ദേവക്കിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ദേവക്കിൻ്റെ അച്ചാമ്മയായിട്ടുള്ള പ്രീതി പറക്കാട്ടിനോട് ചോദിക്കാം. അപ്പോൾ പറക്കാട്ടിൽ നിന്നാണ് ദേവക്കിൻ്റെ സ്വപ്നങ്ങളുടെ തുടക്കം. അപ്പോൾ മറ്റു കുട്ടികളിൽ നിന്ന്, അതായത് സാധാരണ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി പൂക്കളെയും അതുപോലെ തന്നെ ഈ കുതിര സവാരിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ദേവക്കിൻ്റെ ഈ ഒരു പ്രവർത്തികളെ എങ്ങനെയാണ് അച്ചാമ്മ നോക്കിക്കാണുന്നത്? ദേവക്കിൻ്റെ ഒരു കുസൃതികൾ നമ്മൾ ആസ്വദിക്കുന്നു. പിന്നെ ദേവക്ക് ചെറുപ്പം മുതലേ അവന് ഒരു സാധാരണ കുട്ടികളുടെ കൂട്ടല്ല, ഒരു ഭയങ്കര ഒരു വ്യത്യാസമുണ്ട് അവൻ്റെ രീതികൾ എന്ന് പറഞ്ഞാൽ. ഇത്തിരി പ്രകൃതിയും മണ്ണും ചെടിയും പൂവും അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളിലും അവനിത്തിരി ഒരു ഇഷ്ടം കൂടുതലാണ്. ചെറുപ്പം മുതലേ എല്ലാം പുഴയിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആയിട്ട്. പിന്നെ കിളികൾ, പട്ടിക്കുഞ്ഞ്, അല്ലെങ്കിൽ ഒരു കോഴികൾ, താറാവ് എല്ലാം അല്പം വളർത്തലും അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം താല്പര്യവും അങ്ങനെ എല്ലാം കൂടെ നമ്മൾ കാണുമ്പം അവനൊരു സാധാരണ പിള്ളേരുടെ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഈ മൊബൈലും മറ്റ് ഗാഡ്ജറ്റ്സും ഒക്കെ ആയിട്ട് അങ്ങനെയാണല്ലോ എല്ലാവരും കണ്ടുവരുന്നത്. ഇതങ്ങനെയല്ല, ഇത്തിരി കൂടെ മണ്ണിൽ കളിച്ചും എല്ലാം ആയിട്ട് അങ്ങനൊരു വ്യത്യാസമുള്ളൊരു ക്യാരക്ടർ തന്നെ എന്താണേലും ദേവക്കിന്. അപ്പം ഈ ദേവക്കിന് മലനാട് ടി വിയുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. പരിസ്ഥിതി ദിനത്തിൽ അത് കൊടുക്കുന്നതിനായിട്ട് നമുക്ക് MD വിളിക്കാം. ഹായ്, കൺഗ്രാജുലേഷൻസ്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എന്തായാലും നമ്മുടെ ഈ പരിസ്ഥിതി ദിനത്തില് പ്രകൃതിയിലേക്ക് തന്നെ നമ്മളെ മടങ്ങിപ്പോകാൻ ചിന്തിപ്പിക്കുന്ന ഒരു ഫാമിലിയാണ് നമ്മളത് എന്ന് പരിചയപ്പെടുന്നത് അല്ലേ. അപ്പൊ ദേവക്കിന്റെ മാതാപിതാക്കൾക്കും അച്ഛമ്മയടക്കമുള്ള അമ്മൂമ്മയടക്കമുള്ള എല്ലാവർക്കും കൂടെ ചേർന്നിട്ടാണ് നമ്മളുടെ ഈ ഒരു നാഷണൽ ഇന്റഗ്രേഷൻ അവാർഡാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അവാർഡ് നമുക്ക് മോന് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ അത് വീട്ടിലെത്തി നമ്മൾ കൊടുക്കുകയാണ്. കാരണം ഇതൊരു നാഷണൽ റീതിങ്കിങ് ആണ് അല്ലേ? തീർച്ചയായിട്ടും. പ്രകൃതിയിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങി പോകുന്നതിന് ഒരു 6 വയസ്സുകാരൻ നമ്മളെ ചിന്തിപ്പിച്ചു. നമുക്ക് മാതൃകയായി നിൽക്കുകയാണ്. അതെ.
അപ്പോൾ അതുകൊണ്ട് ദേവക്കിന്റെ ഫസ്റ്റ് അപ്രീസിയേഷൻ ആണോ അല്ലേ? ഇത് രണ്ടേ കൊണ്ട് പിടിച്ചാൽ അത് പിടിച്ചേ. അതെ അതെ, ഒരു നാഷണൽ അവാർഡാണ് ദേവക്കിനെ തേടി വന്നിരിക്കുന്നത് മലനാട് ടിവിയുടെ. കേട്ടോ, കൺഗ്രാജുലേഷൻസ് കേട്ടോ. മിടുക്കരായിട്ട് പഠിക്കണം, അതുപോലെ തന്നെ വലിയ ഒരു ഹോഴ്സ് റൈഡർ ആകണം അല്ലേ? അതെ, തീർച്ചയായും. ദേവക്കിന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ.